നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ കൃഷ്ണം വന്ദേ ഭാഗവത പഠനത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഭാഗവതാചാര്യൻ ശ്രീ പി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ് ക്ലാസ് എടുക്കുന്നത്. സാറിനെ ക്ലാസ്സിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സർ. സഹനാവതു സഹനബുദ്ധനു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ചമ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഗ്നേദുസ്തം ഭഗവത്ഭൂതഹൃദയം സമാഗമ്യരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 9-ാം അധ്യായം 5-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുന്നു. 4-ാമത്തെ ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചത്. 3-ാം സ്കന്ധം അധ്യായം 9 ശ്ലോകം 5. ഏതത്വദീയ ചരണംബുജകോശഗന്ധം ജിഘ്രന്തി കർണവിവരേ ശ്രുതിവാതനീതം ഭക്ത്യാ ഗൃഹീതചരണഃ പരയാ ച തേഷാം നാപൈഷിനാഥ ഹൃദയം ബുരുഹാത് സ്വം സ്വം. ബ്രഹ്മാവിന്റെ മറുപടിയാണ് നമ്മൾ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ബ്രഹ്മാവ് 3-4 ശ്ലോകത്തിൽ വിസ്തരിച്ചതിന് ശേഷം ആരാകട്ടെ ത്വദീയ ചരണാംബുജകോശഗന്ധം, അങ്ങയുടെ പാദപത്മത്തിന്റെ ആ കോശത്തിലെ ഗന്ധം, ആ താമരമൊട്ടിന്റെ ഉള്ളിൽ നിന്നും വരുന്ന ഗന്ധം, ചരണാംബുജകോശഗന്ധം ജിഘ്രന്തി മണക്കുന്നു. ആരാണോ അങ്ങയുടെ ആ ചരണാംബുജത്തിൽ നിന്നും പാദപത്മഗന്ധത്തിൽ നിന്നും പുറപ്പെടുന്ന ആ ഗന്ധത്തെ ആരാണോ മണക്കുന്നത്, കർണവിവരേ ശ്രുതിവാതനീതം, കർണവിവരങ്ങളാൽ, ചെവിയുടെ സുഷിരങ്ങളാൽ. വിവരം എന്ന വാക്കിന് സംസ്കൃതത്തിൽ സുഷിരം എന്നർത്ഥം, മലയാളത്തിലെ വിവരം അല്ല. കർണവിവരം ചെവിയുടെ സുഷിരത്തിലൂടെ, കർണവിവരൈഹി ചെവിയുടെ സുഷിരത്തിലൂടെ, ശ്രുതി വാതനീതം വേദമാകുന്ന വായുവിനാൽ കൊണ്ടുവരപ്പെട്ടത്, ശ്രുതിവേദം, വാതനീതം കാറ്റിനാൽ കൊണ്ടുവരപ്പെട്ടത്. വേദങ്ങളാകുന്ന മന്ത്രങ്ങൾ അത് കാറ്റുകൊണ്ട് സമീപത്തിലേക്ക് എത്തിക്കപ്പെട്ട അങ്ങയുടെ പാദാംബുജത്തിന്റെ കോശഗന്ധത്തെ കർണവിവരങ്ങൾ കൊണ്ട്, ശ്രോത്രദ്വാരങ്ങളിലൂടെ ആരാണോ ഘ്രാണിക്കുന്നത്, അറിയുന്നത്, ആസ്വദിക്കുന്നത്, ഭക്ത്യാ ഗൃഹീത ചരണ പരയാചതേഷാം, ഭക്തിയാ ഭക്തി കൊണ്ട്, ഗൃഹീത ചരണ പാദത്തെ ആശ്രയിച്ചുകൊണ്ട്, പരയാചതേഷാം ഉത്കൃഷ്ടമായ ഭക്തി കൊണ്ട്, പരയാ ഭക്തിയാ ഗൃഹീത ചരണ തേഷാം അവരുടെ, ന അപൈഷി നാപൈഷി, അപൈഷി വിട്ടുപോവുക, ന അപൈഷി വിട്ടുപോകാതിരിക്കുക, നാപൈഷി ന അപൈഷി നാപൈഷി, അപൈഷി വിട്ടുപോവുക, നാപൈഷി വിട്ടുപോകാതിരിക്കുക. ഹേ നാഥ, ഹൃദയംബുരുഹാത് ഹൃദയമാകുന്ന താമരയിൽ നിന്നും, സ്വപും സ്വാം സ്വന്തം ആളുകളുടെ, സ്വന്തം ഭക്തന്മാരുടെ,
സ്വപുംസാം. അപ്പൊ ആരൊക്കെയാണ് നരകത്തിൽ പ്രവേശിക്കുന്നത് എന്ന് കാണിച്ചു. അസംഗതികൾ ഉള്ളവർ നരകത്തിൽ പ്രവേശിക്കൂ, സദ്ഗതികൾ ഉള്ളവർ ഭഗവാനോട് ചേരുന്നു, അവരാണ് കൃതാർത്ഥരാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഹേ നാഥ, വേദമാകുന്ന വായുവിൽ കൂടി തട്ടി വരുന്ന ആ ഗന്ധം, അങ്ങയുടെ താമരപ്പൂവിൽ കൂടി ചേർന്ന് വരുന്ന ആ സുഗന്ധം കാണിക്കാൻ പരമഭക്തി കൊണ്ട് മാത്രമേ പറ്റൂ. അവർക്ക് മാത്രമേ അതിന് യോഗ്യതയുള്ളൂ. അങ്ങനെയുള്ളവർ ഒരു കാലത്തും അങ്ങയെ മറക്കില്ല. അങ്ങ് അവരെന്റെ ജനങ്ങളാണെന്ന് വിചാരിക്കുകയും ചെയ്യും. അവരെന്റെ സ്വജനങ്ങളാണ് എന്ന് വിചാരിക്കും. സ്വപുംസാം, അവരുടെ ഹൃദയകമലത്തെ ഉപേക്ഷിച്ച് അങ്ങ് പോവുകയില്ല. ആരൊക്കെയാണോ ഭഗവാന്റെ പാദകമലത്തെ ആശ്രയിച്ച് കഴിയുന്നവർ, അവരുടെ ഹൃദയമാകുന്ന താമരയിൽ ഭഗവാൻ ഉണ്ടാകും, വിട്ടുപോവില്ല. പൈഷി, ഒരിക്കലും വിട്ടുപോവില്ല. അത്രയ്ക്ക് ഭക്തന്മാരോട് ദയുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ് അങ്ങ് എന്ന് അങ്ങയുടെ ഭക്തവാത്സല്യത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്. ഏതുത്വദീയ ചരണംബുജകോശഗന്ധം ജിഘ്രന്തി കർണവിവരേ ശ്രുതിവാതനീതം ഭക്ത്യാ ഗൃഹീതചരണപരയാ ച തേഷാം നാപൈഷിനാഥ ഹൃദയാംബുരുഹാത് സ്വപുംസം. ശ്രുതിവാതനീതം ത്വദീയ ചരണംബുജകോശഗന്ധം കർണവിവരൈഃ ഏതു ജിഘ്രന്തി പരയാ ഭക്ത്യാ ഗൃഹീതചരണഃ. ഹേ നാഥ, ത്വം തേഷാം സ്വപുംസാം ഹൃദയാംബുരുഹാത് ന അപൈഷി. ഏതത്ത്വദീയ ചരണംബുജകോശഗന്ധം ജിഘ്രന്തി കർണവിവരേ ശ്രുതിവാതനീതം ഭക്ത്യാ ഗൃഹീതചരണപരയാ ച തേഷാം നാപൈഷി നാഥ ഹൃദയാംബുരുഹാത് സ്വപുംസം. ഏതുത്വദീയ ചരണംബുജകോശഗന്ധം ജിഘ്രന്തി കർണവിവരേ ശ്രുതിവാതനീതം ഭക്ത്യാ ഗൃഹീതചരണപരയാ ച തേഷാം നാപൈഷി നാഥ ഹൃദയാംബുരുഹാത് സ്വപുംസം. താവദ്ഭയം ദ്രവിണഗേഹ സുഹൃന്നിമിത്തം ശോകഃ സ്പൃഹാപരിഭവോ വിപുലശ്ച ലോഭാം താവന്മമേത്യഫദപഗ്രഹ ആർത്തിമൂലം യാവന്നതേഘ്രിമഭയം പ്രവൃണീതലോകാം. താവത്, അതുവരെ ഭയത്തെ ദ്രവിണ ഗേഹ സുഹൃത് നിമിത്തം, ദ്രവിണം ധനം, ഗേഹം വീട്, സുഹൃത്ത് സുഹൃത്തുക്കൾ, ഇവർ കാരണമായി ഇവർ നിമിത്തമുണ്ടാകുന്ന ഉണ്ടാകുന്ന ഭയം യാതൊന്നുവരെയാണോ ഉള്ളത്, ആ ഭയം ശോക സ്പൃഹ പരിഭവോ വിപുലശ്ച ലോഭ. ഇനിയും എന്താണ്? ഭയമുണ്ട്, ആ ഭയം കൊണ്ട് ശോകമുണ്ട്, ശോകം കൊണ്ട് സ്പൃഹയുണ്ട്, സ്പൃഹ എന്ന് വെച്ചാൽ ആഗ്രഹം, അതുകൊണ്ട് പരിഭവമുണ്ട്, കിട്ടാതെ വരുമ്പോൾ വിപുലമായ ലോഭവുമുണ്ട്. അപ്പം വിപുലമായ ലോഭം, അധികരിച്ച ലോഭം, അതേപോലെ അവമാനം, സ്പൃഹ, ആഗ്രഹം, വീട്, സുഹൃത്തുക്കൾ, ധനം, കൊണ്ടുള്ള ശോകം, പിന്നെ ഭയം, ഇങ്ങനെ താവത് മമ ഇതി അഫദ് അവഗ്രഹ ആർത്തിമൂലം, താവന്മമേത്യഫദ് അവഗ്രഹാർത്തിമൂലം, താവത് മമ ഇതി അഫദ് അവഗ്രഹ കൂടി ചേരുമ്പോൾ താവന്മമേത്യഫദ് അവഗ്രഹ. അതുവരെ മമ
ഈ അപത് അവഗ്രഹ എന്റേത് എന്നുള്ള അസത്ത് ഇല്ലാത്ത അവഗ്രഹം അഭിമാനം, എന്റേതെന്നുള്ള അസത്തായ അഭിമാനം, താവത് മമേതി അസത് അവഗ്രഹ എന്തുകൊണ്ടാണ്? ആർത്തിമൂലം, ദുഃഖകാരണമാണ് എൻ്റെ എന്നുള്ള അസത്തായ അഭിമാനം. യാവന്നത്തെ അഘ്രിം അഭയം പ്രവണീതലോക, അതുവരെ യാതൊരു വരെയാണോ തേ അഘ്രിം അഭയം, അങ്ങയുടെ പാദത്തെ അഭയമായി ലോക പ്രവണീത, ലോകത്തിലെ ജനങ്ങൾ വരിക്കുന്നത് സ്വീകരിക്കുന്നത്, അതുവരെ ലോകത്തിലെ ജനങ്ങൾ അങ്ങയുടെ പാദം അഭയമായി ഏതൊരു കാലം വരെ സ്വീകരിക്കുന്നുവോ അതുവരെ അവർക്ക് ഈ പറഞ്ഞ ദുഃഖങ്ങളും വിഷമതകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുവരെ അവർക്ക് ഭയമാണ്. മനുഷ്യനെ ഏറ്റവും അധികം അലട്ടുന്ന ഭയമാണ്. ഏറ്റവും പ്രധാനം മരണഭയമാണ്. കാരണം മരിക്കും എന്നുള്ളത് ഒരു വലിയ ഭയമാണ്. അതിനുള്ള പ്രതിവിധിയാണ് ഇന്ന് നമ്മൾ ധാരാളം സമ്പത്തും സമയവും ചെലവഴിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടില്ല എന്നറിയാം. പക്ഷേ പോകുന്നിടത്തോളം സുഖമായിട്ട് പോകട്ടെ, അതിനുവേണ്ടി എന്ത് കാശ് കളയാനും ഏതൊക്കെ ദിക്കിൽ പോകാനും ലോകത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ അമേരിക്കയിലോ അല്ലെങ്കിൽ ഇറ്റലിയിലോ എവിടെയൊക്കെ പോയി വേണമെങ്കിൽ ചികിത്സ നടത്താൻ തയ്യാറാണ്. രോഗം ഭേദമായി സുഖമായിരിക്കണം. കാരണം ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഈ രോഗമാണ്. ഈ ഭയം നമ്മളെ ജനിച്ചപ്പോൾ മുതൽ വിട്ടുമാറാതെ കൂടെ നിൽപ്പുണ്ട്. ഇനിയും ദുഃഖമുണ്ട്. ദുഃഖം ഇതിനെക്കുറിച്ചാണ്. ധനം. കാരണം അത് വരുമോ? വന്നാൽ തന്നെ നിൽക്കുമോ? നിന്നാൽ അത് പോയില്ലേ? ധനം കിട്ടുന്നത് വരെ ദുഃഖമാണ്. എനിക്ക് കാശില്ല എന്ന് കിട്ടിയാൽ ദുഃഖമാണ്. ഇനിയും അത് വീണ്ടും നഷ്ടപ്പെട്ടാൽ അതിനേക്കാൾ ദുഃഖമാണ്. നമുക്കുള്ളൂ കിട്ടിയാൽ ദുഃഖം, കിട്ടിയില്ലെങ്കിൽ ദുഃഖം. എന്തായാലും ധനം ദുഃഖം ഉണ്ടാക്കുന്നതാണ്. വീടും അങ്ങനെ തന്നെയാണ്. ഏറ്റവും അധികം ദുഃഖകാരണം വീടാണ്. നമ്മുടെ വിചാരണം വീട്ടിൽ ചെന്നാൽ സുഖം എന്നാണ്. അങ്ങനെ വിചാരിച്ചാൽ വീട്ടിൽ ചെല്ലുന്നേ. പക്ഷെ അവിടുത്തെ ഓരോ അനുഭവങ്ങളും നമ്മെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. സുഹൃത്തുക്കൾ നല്ല ഹൃദയമുള്ള നല്ല ആൾക്കാരാണ്. പക്ഷെ അവരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. അവരാണ് ദുഃഖം തരുന്നവർ. അതേപോലെ ആഗ്രഹം, സ്പൃഹ, അത് ദുഃഖമാണ്. കാരണം എന്തൊക്കെ ആഗ്രഹിച്ചാലും കിട്ടണമെന്നില്ല. കിട്ടുന്നിടം വരെ ദുഃഖമാണ്. പിന്നെ പരിഭവം, അപമാനം, അത് സഹിക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ ദുഃഖം അതാണ്. പിന്നെ കുറച്ചൊന്നുമല്ലാത്ത ആഗ്രഹം, ഇതൊന്നും പോരാ എന്നുള്ള രോഗം. ഇതൊന്നും കൂടാതെ എന്റേതല്ലാത്തതിന് എന്റേതാണെന്ന് ധരിച്ച് ആ ദുഃഖം കൊണ്ട് വിഷമിക്കുന്നു ഒരു കൂട്ടം. ഇതൊന്നും വാസ്തവത്തിൽ എന്റേതല്ല എന്നുറപ്പാണ്. പിന്നെ ഇതെങ്ങനെയാണ്? നമ്മൾ എന്റേതാക്കിയതല്ലേ വാസ്തവത്തിൽ. ഈ ഭൂമിയും ഈ വീടും ഇതിനകത്തുള്ള വസ്തുക്കളും ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ആരുടേതാക്കിയതാണ്? എന്റേതാക്കിയതല്ലേ. ഇതെന്ത് ചെയ്യും? മറ്റൊരാളിലേക്ക് പോകാനുള്ളതല്ലേ. അവന് എന്റേതെന്ന് പറയാൻ പറ്റുമോ? കുറച്ച് നാളത്തേക്ക് പറയാം, അത്രേ ഉള്ളൂ. കടയിൽ ചെന്നൊരു പാത്രം മേടിച്ചിട്ട് ആ പാത്രം എൻ്റെ മാത്രമാണെന്ന് അഭിമാനിച്ച് അതിലേക്കുള്ള ആസക്തി കൊണ്ട് അത് ആർക്കും വിട്ടുകൊടുക്കാതെ സൂക്ഷിച്ച് ആരെങ്കിലും കൊണ്ടുപോയാൽ ദേഷ്യമാണ്, സങ്കടമാണ്, വിഷമമാണ്. അവരെ അതിനുവേണ്ടി ചീത്ത പറയാം. അത് കിട്ടാതെ ഉറക്കം വരില്ല. ഇതൊക്കെ ആരുടെയാണ്? ആ കടക്കാരൻ്റെ. അവിടുന്ന് മേടിച്ചപ്പോ എന്റേതായി. ഇനി ഇതേപോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഡ്രസ്സുകള്, പാത്രങ്ങള്. ഇതെല്ലാം വാസ്തവത്തിൽ എന്റേതല്ല. എന്റേത് ആണെന്ന് ധരിക്കുന്നതാണ് ദുഃഖത്തിൽ കാരണം. അല്ലെങ്കിൽ ഒരു ദുഃഖമില്ല. എന്റെ പാത്രം പോയെങ്കിലേ എനിക്ക് ദുഃഖമുള്ളൂ. മറ്റാരുടെയെങ്കിലുമൊക്കെ പാത്രം പോയെങ്കിൽ പോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്റെ വസ്ത്രം നഷ്ടപ്പെട്ടേ ദുഃഖമുള്ളൂ. മറ്റാരുടെയെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ പൊക്കോട്ടെ, എനിക്കെന്താ കുഴപ്പം? അപ്പം അസത്തായ
എന്നും നിലനിൽക്കാത്ത ഈ വക ഭൗതിക വസ്തുക്കൾ എൻ്റെ മമ ഇതി അവഗ്രഹ, എന്റേതാണെന്ന് എന്താ അഭിമാനം അതിനോട്? അല്ലേ, എൻ്റെ മുറി, എൻ്റെ കസേര, എൻ്റെ മേശ, എൻ്റെ പാത്രം, ഇത് ഞാൻ വിട്ടു തരില്ല. എത്ര വഴക്കുണ്ടാക്കിയാലും വിട്ടുകൊടുക്കില്ല. അഭിമാനത്തോടെ അതിനെ പുള്ളിക്ക് നിൽക്കുകയാണ്. ഇത്ര കഴിയുമ്പോൾ ഞാൻ പോകും, അല്ലെങ്കിൽ ഈ വസ്തു പോകും. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? ഈ അഭിമാനമൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ? ഇതാണ് ദുഃഖത്തിന് കാരണം. എത്ര വഴികൾ കാണിച്ചു ഭാഗവതം. ഇന്ന് നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വഴിയും എത്രയോ കാലം മുമ്പ് വ്യാസൻ തിരിച്ചറിഞ്ഞിട്ട് ഇതാ ഇപ്പൊ ഈ ഭാഗവതത്തിന്റെ എക്കാലമുള്ള നിലനിൽപ്പിന് കാരണം ഇതാ. ഇതിങ്ങനെ കൃത്യമായിട്ട് വരച്ചു കാണിച്ചിരിക്കുകയാണ്. എന്താണ്? ഭയം, ദ്രവിണ, ഗേഹ, സുഹൃനിമിത്തം, ശോകം, സ്പൃഹ, പരിഭവം, വിപുലമായ ലോഭം, എന്താണ് അസത്, മമ ഇതി അവഗ്രഹ, ആർത്തിമൂലം. ഇത്രയും നിലനിൽക്കുന്നിടത്തോളം ഭയമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ എപ്പോഴാണോ മാറ്റിയിട്ട് ഭഗവാന്റെ പാദത്തെ അഭയമായി കാണുന്നത്, അപ്പോൾ ഇതൊന്നും നമ്മെ ബാധിക്കത്തില്ല. ഭഗവാന്റെ പാദപത്മത്തെ യാവത് തേ അഘ്രിം അഭയം പ്രവൃണീത ലോകസ്ഥ ജനാഹ, ലോകത്തിലുള്ള ജനങ്ങൾ യാതൊരു കാലം വരെയാണോ അങ്ങയുടെ പാദപങ്കജത്തെ ആശ്രയിക്കാതിരിക്കുന്നത്, അതുവരെ ദുഃഖവും ഭയവും മാത്രമേ ഉണ്ടാകൂ. ഭഗവത് പാദത്തെ ആശ്രയിച്ചാൽ പിന്നെ ദുഃഖവുമില്ല, ഭയവുമില്ല, ഒന്നുമില്ല. പിന്നെ ഏക ആശ്രയം അറിയുള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് ആരാ പറഞ്ഞു തരുന്നത്? ബ്രഹ്മാവ്. നോക്കൂ, നമ്മളെയൊക്കെ സൃഷ്ടിച്ച ബ്രഹ്മാവിനെ കൊണ്ടാണ് ഇത് പറയുന്നത്. താപത് ഭയം ദ്രവിണഗേഹ സുഹൃനിമിത്തം ശോകസ്പൃഹ പരിഭവോ വിപുലശ്ചലോഭ താവന്മമേത്യഫദവഗ്രഹാർത്തിമൂലം യാവന്നതേഘ്രിമഭയം പ്രവൃണീതലോകാം. ലോകഃ അഭയം തേ അഘ്രിം യാവത് ന പ്രവൃണീത താവത് ആർത്തിമൂലം മമ ഇതി അഫദവഗ്രഹ വിപുലഃ ലോഭഃ പരിഭവഃ സ്പൃഹ ദ്രവിണഗേഹ സുഹൃനിമിത്തം ശോകഃ ഭയം. താവത് ഭയം ദ്രവിണഗേഹ സുഹൃനിമിത്തം ശോകസ്പൃഹ പരിഭവോ വിപുലശ്ചലോഭ താവന്മമേത്യഫദവഗ്രഹ ആർത്തിമൂലം യാവന്നതേഘ്രിമഭയം പ്രവൃണീതലോകാം. താവത് ഭയം ദ്രവിണഗേഹ സുഹൃനിമിത്തം ശോകസ്പൃഹ പരിഭവോ വിപുലശ്ചലോഭാം താവന്മമേത്യഫദവഗ്രഹ ആർത്തിമൂലം യാവന്നതേഘ്രിമഭയം പ്രവൃണീതലോകാം. ദൈവേന തേ ഹതധിയോ ഭവതഃ പ്രസംഗാത് സർവാശുഭോപശമനാത് വിമുഖേന്ദ്രിയായേ കുർവന്തി കാമസുഖലവ ലേശലവായ ദീനാഃ ലോഭാഭിഭൂതമനസോ ഔഷലാനി ശശ്വത്. ദൈവേന, ഇവിടെ ദൈവത്തിന്റെ അർത്ഥം വിധി എന്നാണ്. തേ, അങ്ങയുടെ ഹതധിയ, ബുദ്ധി നശിച്ചവരായിട്ട്, ഭവതഃ, അങ്ങയുടെ പ്രസംഗാത്, അങ്ങയോടുള്ള പ്രസംഗം ചൽ സംഘം, ചേർച്ച, അടുപ്പം, സംസർഗം എന്നർത്ഥം. തേ പ്രസംഗാത്, അങ്ങയോടുള്ള പ്രസംഗം കൊണ്ട്, ഹതധിയ, ഈ ബുദ്ധി നശിച്ചവരായിട്ട്, സർവ അശുഭ ഉപശമനാത് വിമുഖേന്ദ്രിയ ഏ, സർവാശുഭോപശമനാത്, എല്ലാ അശുഭങ്ങളെയും നശിപ്പിക്കുന്നതായ, സർവ അശുഭ ഉപശമനാത്, സകല അശുഭങ്ങളെയും അമംഗളങ്ങളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നശിപ്പിക്കുന്ന
ഭവതപ്രസംഗാത് അങ്ങയോടുള്ള ചേർച്ച കൊണ്ട്. അതുകൊണ്ട് മാത്രമേ ഇതൊക്കെ നശിക്കുള്ളൂ. അങ്ങനെയുള്ള ആ ചേർച്ച കൊണ്ട് വിമുഖേന്ദ്രിയ ആരാണോ വിമുഖേന്ദ്രിയന്മാരായി മാറുന്നവർ, ഇന്ദ്രിയത്തെ വിമുഖമാക്കി വെച്ചിരിക്കുന്നവർ, ഇന്ദ്രിയത്തെ അതിൽ നിന്നും മാറ്റിയെടുക്കുന്നവർ ആരാണോ, കുർവന്തി ചെയ്യുന്നു, കാമസുഖലേശലവായ ദീനാഹ, കാമസുഖത്തിന്റെ ലേശലവത്തിനായി, കാമസുഖ ലേശലവായ, കാമങ്ങൾ കൊണ്ടുള്ള സുഖത്തിന്റെ ലേശം കിട്ടിയാൽ മതി എന്നാണ്, മുഴുവൻ വേണമെന്നില്ല. അതിനു വേണ്ടിയിട്ട് ദീനാഹ ദുഃഖിതരായിട്ട്, ലോഭാഭിഭൂത മനസ്സോ, ലോഭം കൊണ്ട് അഭിഭൂതമായ പരാജിതമായ മനസ്സോടെ, ലോഭാഭിഭൂത മനസ്സോ അകുശലാനി, അകുശലങ്ങൾ, പാപങ്ങൾ, അമംഗളങ്ങൾ, ശശ്വത് കുപത്തി എപ്പോഴും ചെയ്തുകൊണ്ടേ. മുമ്പത്തെ ശ്ലോകത്തിലെ ഭഗവാന്റെ പാദപത്വം ആശ്രയിക്കുന്നവർക്ക് സകല ദുരിതങ്ങളും മാറി കിട്ടും എന്ന് പ്രഖ്യാപിച്ചു. അല്ലാത്തവരുടെ കാര്യമോ ഇനി അതാ പറയാൻ പോവാ. അങ്ങനെയുള്ള ഭക്തി ഇല്ലാത്തവർ അങ്ങയുടെ ചരിതങ്ങളെ കേൾക്കുക, അത് കീർത്തിക്കുക, അങ്ങയുടെ ഭക്തജനങ്ങളോട് ചേർന്നിരിക്കുക, അവരെ ആദരിക്കുക, ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്ന നല്ല ഇന്ദ്രിയങ്ങൾ ഉള്ള അവരെല്ലാം തൽക്കാലത്തിൽ തുച്ഛസുഖങ്ങളെ ജനിപ്പിക്കുന്ന വിഷയങ്ങളുടെ പുറകെ സുഖലേശത്തിന് വേണ്ടി ഓടി നടന്ന് ദുഃഖിക്കുന്നവരാണ്. ഇന്നത്തെ നമ്മളെപ്പോലുള്ള ഭക്തന്മാരുടെ ഒരു അവസ്ഥയാണ്. നമ്മളൊക്കെ ഭഗവാന്റെ ചരിതങ്ങൾ കേൾക്കുന്നുണ്ട്, ഭാഗവതം കേൾക്കുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്, അത് കീർത്തിക്കുന്നുണ്ട്, അങ്ങയുടെ ഭക്തജനങ്ങളോട് ചേർന്ന് സത്സംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആ സജ്ജനങ്ങളെ ആദരിക്കുന്നുണ്ട്, അവർക്ക് ദാനം കൊടുക്കുന്നുണ്ട്, അവർക്ക് സ്വീകരിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്കർമ്മികളാണ് നമ്മൾ പലരും. അത് നമുക്ക് അനുഭവമാണ്. അങ്ങനെ ചെയ്തിരിക്കുന്ന നമ്മളുടെ ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങൾ തൽക്കാലത്തേക്ക് തുച്ഛസുഖത്തിന് വേണ്ടി ഓടി നടക്കും. ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതവിടെ ഇരിക്കും. അത് വെച്ചുകൊണ്ട് തന്നെ ചെറിയ അല്പാൽപ സുഖത്തിന് വേണ്ടി, ചെറിയ കാമസുഖം അനുഭവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നവരാണ് നമ്മളൊക്കെ. എത്ര വിശദമായിട്ട് നമ്മുടെ മനസ്സിനെ പഠിച്ചു വ്യാസം. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ ദൃഷ്ടിയിലും നമ്മുടെ ആത്മവിശ്വാസത്തിലും നമ്മൾ നല്ല ഭക്തന്മാരാണ്. പക്ഷെ നമ്മള് ചെറിയ ചെറിയ കാമദേശങ്ങളുടെ സുഖത്തിന് വേണ്ടി ഓടി നടക്കും. തുച്ഛമായ ജീവിത അനുഭവങ്ങൾക്ക് വേണ്ടി പാഞ്ഞു നടക്കും. ഇത് എന്തുകൊണ്ടാണ്? ദൈവേന, വിധി കൊണ്ടാണ്. ജന്മാന്തരമായി ചെയ്തിരിക്കുന്ന അനേക തരത്തിലുള്ള ദുഷ്ടകർമ്മങ്ങളുടെ പരിണത ഫലമായിട്ടാണ് ഈ അല്പസമയം സുഖത്തിന് പുറകെ പോകുന്നത്. അവരെ മേൽഗതി പ്രാപിക്കാതെ അധോഗതിയിലേക്ക് തന്നെ നീങ്ങുകയേ ഉള്ളൂ. അപ്പം ജന്മാന്തരങ്ങളായി സമാർജിച്ച ദുർവിധി കൊണ്ട്, ജന്മാന്തരങ്ങളായി സമാർജിച്ച പാപങ്ങൾ കൊണ്ട്
ഭക്തന്മാരാണെങ്കിൽ പോലും അവർ അധപ്പതിക്കാൻ ഇടയാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഇന്ന് ഭാഗവതം വായിക്കുന്നു, നാരായണീയം വായിക്കുന്നു, കീർത്തനം ചൊല്ലുന്നു, സജ്ജനങ്ങളെ സേവിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഒക്കെ നല്ല കാര്യങ്ങളാണ്, സമ്മതിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി കാമ സുഖ ലേശലവായ ദീനാഹ ലോഭാഭിഭൂത മനസഃ അകുശലാനി ശശ്വത്കുർവന്തി. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരിക്കലും അങ്ങയുടെ പാദപത്മത്തിലേക്ക് നിരന്തരമായും ചേരാനുള്ള സൗഭാഗ്യം ലഭിക്കില്ല. അവർ വിട്ടുപോകും. അവർക്ക് വീടും ധനവും സമ്പത്തും ഒക്കെ ആണ് പ്രധാനം. എത്ര വലിയ ഭാഗവത ഭക്തരാണെങ്കിലും കഷ്ടിച്ച് ഒരു ദിവസം കുറെ 3-4 മണിക്കൂർ ഇരുന്ന് ഭാഗവതം കേട്ടാൽ അവസാനമാകുമ്പം ഈശ്വര എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്ന് വരണം, ഇതാണ് ചിന്ത. കാരണം എന്താണ്? വീടാണ് എനിക്ക് ഏറ്റവും വലുത്. ഭാഗവതവും ഭഗവാനും ഭർത്താവും അല്ല. ഇങ്ങനെ ഇടയ്ക്ക് പോയി കേട്ടു കുറച്ച് സമയം എത്രയേ ഉള്ളൂ. ഇവിടെയാണ് കുഴപ്പം. അപ്പം വീട്ടിൽ പോകണ്ടെന്നില്ല, ആസക്തിയോട് കൂടി പോകരുത്, അത്രേ ഉള്ളൂ. വൈകിട്ട് വീട്ടിൽ പോകട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ എന്നുള്ള കടുത്ത വികാരങ്ങളോടെ വീട്ടിലേക്ക് പോകണ്ട. ഇതൊക്കെ കഴിഞ്ഞു, ഇനിയും പതുക്കെ വീട്ടിലേക്ക് പോവാം, അത്രേ ഉള്ളൂ. വീട്ടിലേക്ക് പോകുന്നത് ഒരു ദുഃഖപൂചകമായ അവസ്ഥയായിട്ട് മാത്രമേ കാണാം. രാത്രി അവിടെ കഴിച്ചു കൂട്ടുക, വ്യത്യാസം രാവിലെ വീണ്ടും ഇവിടേക്ക് വരണം, യജ്ഞവേദിയിലേക്ക് വരണം. ഈ ഒരു വിചാരം മനസ്സിൽ ഉറപ്പിച്ചാൽ മാത്രമേ അവർക്ക് ഉദ്ഗതി ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഇന്ന് ഭാഗവതം വായിക്കുന്നത് എങ്ങനെ വ്യാസനെന്ന് മനസ്സിലാക്കി നമുക്ക് അത്ഭുതം. ഭാഗവതം വായിക്കുന്നത് എത്രയോ ആൾക്കാരെ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ. ഭാഗവതം മാത്രമാണെന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള സജ്ജനങ്ങൾ, ഭക്തജനങ്ങൾ തന്നെയുള്ളു. അപ്പൊ അവർക്ക് ഈ ഭഗവത് പാദത്തോട് ഒരു നിമിഷമെങ്കിലും വിമുഖരായാൽ എന്നുള്ളു. ഉന്മുഖതയാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വിമുഖരാകും. അത് വിട്ട് കളഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും, വീട്ടിലെ കാര്യങ്ങളിലേക്കൊക്കെ ഇടപെടും. അവിടെ ചെന്ന് അടിപിടി, വഴക്ക്, തങ്ങളിൽ നല്ല ബഹളം, കോലാഹലം ഇതൊക്കെ ഉണ്ടാക്കും. പിറ്റേ ദിവസം പിന്നെയും വന്ന് സപ്താഹം കിട്ടും. ഈ കേട്ട പുണ്യം മുഴുവൻ ഇതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ അത് നമ്മളറിയത്തില്ല. നമ്മളെ വിചാരം ഈ പുണ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഉണ്ടാകുന്നു? അതാണ് പറഞ്ഞത്, പൂർവജന്മാർജിതമായ കർമ്മങ്ങളുടെ പരിണത ഫലം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇത് ലോകസഹജമായ സ്വഭാവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സദാസമയവും ഒരു നിമിഷം പോലും കളയാതെ ഭഗവത് ചിന്ത വെച്ചു പുലർത്തിയാൽ ഈ പൂർവാർജിതമായ പാപത്തെ നശിപ്പിച്ചു കളയാം. അങ്ങനെ ആയാൽ ഉദ്ഗതി തന്നെ കിട്ടും എന്നൊരു നല്ല വഴി വ്യാസൻ കാണിച്ചതാണ്. ദൈവേന തേ ഹതധിയോ ഭവത പ്രസംഗാത് സർവാശുഭോപശമനാത് വിമുഖേന്ദ്രിയായേ കുർവന്തി കാമഫലേശലവായ ദീനാ ലോഭാഭിഭൂതമനസോ കുശലാനി ശശ്വത്. സർവാശുഭ ഉപശമനാത് ഭവത പ്രസംഗാത് വിമുഖേന്ദ്രിയാഃ യേ തേ ദൈവേന ഹതധിയഃ കാമസുഖ ലേശലവായ ദീനാഃ ലോഭാഭിഭൂതമനസഃ ശശ്വത് അകുശലാനി കുർവന്തി. ദൈവേന തേ ഹതധിയോ ഭവത പ്രസംഗാത് സർവാശുഭോഷ ഉപശമാത് വിമുഖേന്ദ്രിയായേ കുർവന്തി കാമസുഖലേശലവായ ദീനാഃ ലോഭാഭിഭൂതമനസോ കുശലാനി ശശ്വത്. ദൈവേന തേ ഹതധിയോ ഭവത പ്രസംഗാത് സർവാശുഭോപശമനാത് വിമുഖേന്ദ്രിയായേ കുർവന്തി കാമസുഖലേശലവായ ദീനാഃ ലോഭാഭിഭൂതമനസോ അകുശലാനി ശശ്വത്. ഇമാഃ മുപുരദ്യമാനാഃ ശീതോഷ്ണവാതവർഷൈ ഇതരേതരാശ്ച
കാമാഗ്നിനാച്യുത അച്യുതരുഷാച ധരേണ സംപശ്യതോ മന ഉരുക്രമസീതേന. ക്ഷുത്ത് വിശപ്പ്, തൃപ്ത് ദാഹം. ക്ഷുത്രട് ദാഹവും വിശപ്പ്. ദത്രിധാതുഭിഹി ഈമാഹ. 3 ധാതുക്കളുടെ പറയുന്നത് വാതം, പിത്തം, കഫം എന്ന് പറയപ്പെടുന്ന 3 ധാതുക്കൾ. ദാഹം, വിശപ്പ്, വാതപിത്ത കഫങ്ങൾ. ഇവകളെ കൊണ്ട് ഇമാഹ, ഇവകൾ മുഹുഹു അർദ്യമാനാഹ, വീണ്ടും വീണ്ടും വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അർദ്യമാനാ, മുഹുഹു അർദ്യമാനാഹ, മുഹുരർദ്യമാനാ. താൻ സൃഷ്ടിക്കുന്ന ഓരോ ജീവജാലങ്ങളുടെയും അവസ്ഥകൾ കാണുമ്പോൾ തനിക്കുണ്ടാകുന്ന വേദന ബ്രഹ്മദേവൻ ഒന്ന് ഊഹിച്ച് ഭഗവാനോട് പറയുക. ഞാൻ സൃഷ്ടിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ദാഹവും വിശപ്പുണ്ടാവും. അതില്ലാത്തവരാരുമില്ല. ആ ദുഃഖം, ദാഹം എന്താണ്? ദുഃഖമാണ്, വിഷമമാണ്. വെള്ളം കിട്ടി കുടിക്കുന്നിടം വരെ ദുഃഖമാണ്. കുടിച്ചു കഴിയുമ്പോൾ ഹാവു സുഖം. അത് എത്ര സമയത്തേക്കേ ഉള്ളൂ? 2 മണിക്കൂർ. അത് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? പിന്നെയും ദുഃഖമാകും, പിന്നെയും വെള്ളം കുടിക്കും. പിന്നെ ഒരു പ്രാവശ്യം വെള്ളം കുടിച്ചില്ലേ, ഇന്നിനും കുടിക്കണ്ട എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, വീണ്ടും വീണ്ടും വേണം. വിശപ്പും അങ്ങനെയാണ്. വാത പിത്ത കഫങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടേ. വാതമുണ്ട്, പിത്തമുണ്ട്, കഫമുണ്ട്. ഞാൻ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങൾക്കും ഇതൊക്കെ കഷ്ടം. എന്തിനാണ് ഇതൊക്കെ? ഇതൊക്കെ ഇല്ലാതെ എനിക്ക് സൃഷ്ടിച്ചു കൂടായിരുന്നോ ജീവജാലങ്ങളെ, മനുഷ്യരെയൊക്കെ? അല്ലേ? നമ്മളൊക്കെ ആലോചിക്കാറുള്ളതാണ്. വിശപ്പും ദാഹമൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. വാതപിത്ത കഫങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു മരുന്നും വേണ്ടായിരുന്നു. ശീത ഉഷ്ണ വാത വർഷൈഹി ഇതരേതരാത് ച. ശീതം തണുപ്പ്, ഉഷ്ണം ചൂട്, വാതം കാറ്റ്, വർഷം മഴ. ഇത് 3. ഇത് മാത്രമല്ല, ഇതരേതരാച്ച അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യാഭർത്താക്കന്മാർ, സുഹൃത്തുക്കൾ, ഇതൊക്കെ ഇതരേതരന്മാരാണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. ഇതരേതരാത് ച അർദ്യമാന, ഇവരെ കൊണ്ടും വിഷമിച്ചിരിക്കുന്നവരാണ്. ശീതം വിഷമമാണ്, ഉഷ്ണം വിഷമമാണ്, വാതം വിഷമമാണ്, വർഷം വിഷമമാണ്. അമ്മ ഏറ്റവും സുഖം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു നല്ല കഥാപാത്രമാണ്. പക്ഷെ ഈ അമ്മ തന്നെ ശത്രുവാകും ചിലപ്പോ കുറെ സമയത്തേക്ക് അമ്മ ഭയങ്കര ശത്രുവാണ്. അമ്മയെ ചീത്ത വിളിക്കും, തല്ലും, അടിക്കും ഒക്കെ ചെയ്യും. അതേപോലെയാണ് ഭാര്യ, അതുപോലാണ് ഭർത്താവ്, അതുപോലാണ് മക്കളും. നോക്കൂ, സുഖം തരുന്ന പലതും എന്തായിട്ട് മാറുകയാണ്? ദുഃഖമായിട്ട് മാറുകയാണ്. ഇതരേതരാ. നമുക്ക് കാറ്റ് വേണം, അത് കൊടുങ്കാറ്റായാലോ ദുഃഖമായി. വെള്ളം വേണം, വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അത് പെരുമഴയായി. ഇപ്പോഴത്തെ പോലെ എന്താണ്? മേഘവിസ്ഫോടനം, പെരുമഴ, പ്രളയം, ഇതായാലോ ദുഃഖമായി ആ വെള്ളം. അഗ്നി വേണം, ഒരു കുഴപ്പമില്ല, നമുക്ക് നിത്യേന ആവശ്യമാണ്. പാചകം ചെയ്യാൻ ഒക്കെ വേണം. പക്ഷെ അത് കടുത്ത തീയായിട്ട് നമ്മെ ആക്രമിക്കാൻ വന്നാലോ അത് പറ്റില്ല.
നോക്കൂ, ഇവരൊക്കെ സുഖം തരുന്ന ഇവരൊക്കെ എന്തായിട്ട് മാറുകയാണ്? ദുഃഖ കാരണമാണ്. ദാഹവും വിശപ്പും പിന്നെ എന്താ അവിടെ ത്രിധാതുക്കളും ശീതവും ഉഷ്ണവും വാതവും വർഷവും ഇതരേതരന്മാർ പരസ്പരം ആശ്രയിക്കുന്നവർ. കാമാഗ്നിനച്യുതരുഷാം, കാമാഗ്നിന ആഗ്രഹമാകുന്ന തീയുകൊണ്ട്, കാമമാകുന്ന അഗ്നി കൊണ്ട്, അച്യുതരുഷ ഒരിക്കലും നശിക്കാത്ത കോപം. അച്യുതം എന്ന് വെച്ചാൽ ച്യുതിയില്ലാത്ത, നശിക്കാത്ത. രുട്ട് എന്ന് വെച്ചാൽ കോപം, രുഷ കോപത്തോട്. അച്യുതരുഷ ഒരിക്കലും നശിക്കാത്ത കോപം. എന്തൊക്കെ വാക്കുകളാണ് വ്യാസൻ കൂട്ടിച്ചേർക്കുന്നത്. ഈ അച്യുതനെ കേട്ടാൽ നമുക്ക് ഭഗവാനെ മാത്രമേ അറിയൂ. ഇവിടെ നശിക്കാത്തത് എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് എന്തിനാണ്? കോപത്തെയാണ്. അച്യുതരുഷ ഒരിക്കലും നശിക്കാത്ത കോപം. ആർക്കുണ്ട്? നമുക്കൊക്കെ ഇല്ലേ? ഈ കോപം എന്തെങ്കിലും നശിക്കുമോ? 50, 60, 70, 80, 85, 90 വയസ്സ് ഇനി ഈ കോപമൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. മരണനിമിഷം വരെയും ആര് കൂടെ കാണും? ഈ കോപം കൂടെ കാണും. നശിപ്പിക്കാൻ പറ്റില്ല. അച്യുതരുഷ. എന്തുകൊണ്ടാണ് നശിക്കാത്തത്? കാമാഗ്നിനാം, ആഗ്രഹമാകുന്ന അഗ്നി കൊണ്ടാണ് ഈ കോപം വർദ്ധിച്ചു 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 വരുന്നത്. എന്ത് കോപത്തിന്റെയും പിമ്പിൽ ഒരു കാമമുണ്ട്, ഒരാഗ്രഹമുണ്ട്. കാരണം എന്താണ്? ആഗ്രഹത്തിന് ഭംഗം ഉണ്ടാകുന്നതിന്റെ പേരാണ് കോപം. കുതശ്ചിത് പ്രതിഹത കാമാത് ക്രോധോപജായത എന്ന് ഗീത പറയും. ഏതെങ്കിലും തരത്തിൽ കാമത്തിന്, ആഗ്രഹത്തിന് പ്രതിഹതി, തടസ്സമുണ്ടായാൽ അപ്പം ഉണ്ടാകുന്നതിന്റെ പേരാണ് കോപം. ഏത് കോപവും ഒന്ന് കോപിച്ച് കഴിയുമ്പോൾ ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കൂ, അതിൻ്റെ അകത്ത് എൻ്റെ ഒരു കാമനയുണ്ട്, ഒരാഗ്രഹമുണ്ട്. അതുകൊണ്ടാ. അല്ല, ഒരിക്കലും അങ്ങനെ വരികയില്ല. നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ എന്ത് ചെയ്യും? കോപിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താണ് വെള്ളം കുടിച്ച ഗ്ലാസ് ഈ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മകന്റെ കുട്ടി അടുത്തേക്ക് വരുന്നുണ്ട്, എനിക്കിടയ്ക്ക് കാണാം. ഇവിടെ വന്ന് ഈ ഗ്ലാസ് കയ്യിലെടുത്ത് താഴെയിടുന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഞാൻ ഈ ശ്ലോകവും കൂടെ തീർത്തതിന് ശേഷമേ അങ്ങോട്ട് നോക്കൂന്ന് എൻ്റെ ഒരു കാമം, അത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഈ വരിയും ഈ ആശയം കൂടെ പറഞ്ഞു തീർത്തിട്ടേ ഞാൻ അങ്ങോട്ട് നോക്കൂന്ന്. അതിനുമ്പ് ആ കൊച്ചു വന്ന് എന്ത് ചെയ്തു? ഈ ഗ്ലാസ് കയറി താഴെ ഇട്ടു. ഭയങ്കര ശബ്ദം കേട്ടു, ചില്ല് പൊട്ടി, ആൾക്കാർ വന്നു കൂടി. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ വീട്ടുകാരോട് ചോദിക്കും, ഈ വീട്ടിലെ കൊച്ചിനെ നോക്കാൻ ആരുമില്ലേ? അല്ലേ? എന്റെ കുഴപ്പം കൊണ്ടാന്ന് ഞാൻ പറയുമോ? ഇല്ല. പിന്നെന്താണ്? അവരുടെ നേരെ കോപിക്കും. ആരെ കൊച്ചിനെ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ ഞങ്ങൾ ആഫ്രിക്കത്തോണ്ടിരിക്കല്ലേ, അതിനിടയ്ക്ക് കൊച്ചിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാമോ? ദേഷ്യപ്പെടും. നോക്കൂ, എന്താണ് ഇവിടെ ദേഷ്യത്തിന് കാരണം? എനിക്ക് ഈ ഒരു വരി കൂടി പഠിപ്പിച്ചു തീർക്കണം എന്നുള്ള കാമം. ഇതൊരു കാമം, അത്രേ ഉള്ളൂ. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് ഈ കാമം എന്നുള്ളതിന് ഒത്തിരി അർത്ഥഭേദങ്ങളുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു കാമത്തിന് ഭംഗമുണ്ടാകുമ്പോൾ അപ്പം ഉണ്ടാകുന്നതിന്റെ പേരാണ് കോപം. ഞാൻ ഇവരെ കോപിച്ചിട്ട് കാര്യമില്ല, കാരണം എന്റെ കുഴപ്പം കൊണ്ടാ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അത് മറ്റൊരാളുടെ മേൽ കോപമാക്കി മാറ്റും. കുതശ്ചിത് പ്രതിഹതാത് കാമാത് ക്രോധോപജായതേ. ഇത് നമുക്ക് നിത്യ ജീവിതാനുഭവമാണ്. നമ്മളൊക്കെ ഇത് ചെയ്യുന്നവരാ. ഈ കോപം നമ്മളെങ്ങനെ വിട്ടുപിരിയില്ല. അതിന്റെ പിമ്പിൽ ഓരോ കോപം കഴിയുമ്പോഴും ഒരു ഡയറി എടുത്ത് വെച്ചിട്ട് ഒരു വരി ഒന്ന് എഴുതി നോക്കൂ, അതിന്റെ പിമ്പിൽ ഒരു കാമമുണ്ട്. എന്തെങ്കിലും ഒരു ആഗ്രഹം, എൻ്റെ ഒരു അഭിലാഷം, എൻ്റെ ഒരു ചിന്ത, എൻ്റെ ഒരു വ്യഗ്രത ഇതിന് കാരണം. അതുകൊണ്ടാണ് ഇവിടെ കാമാഗ്നിനാച്യുതരുഷാചുദർഭരേണ. ദുർഭരമാണ്, വഹിക്കാൻ പറ്റാത്തതാണ്. ദുർഭരം. പമ്പശ്യതോ മന ഉരുക്രമഭീതതേ മേ. പമ്പശ്യത കാണുന്ന, മേ എൻ്റെ, മനഃ മനസ്സ്, ഭീതത്തെ തളരുന്നു. എൻ്റെ മനസ്സ് തളർന്നുകൊണ്ടേയിരിക്കും. പമ്പശ്യതോ മന
ഉരുക്രമ ഫീതത്തെ മേ, ഹേ ഉരുക്രമ എന്നുള്ള സംബോധനയാണ് ഭഗവാനെ. ഉരുക്രമൻ വെച്ചാൽ വിക്രമൻ എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന വാക്ക് ഉരുവായ ക്രമത്തോടു കൂടിയവൻ എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ മനുഷ്യ ജീവിതത്തിലെ ദുഃഖങ്ങളുടെ കാരണത്തെക്കുറിച്ച് ഞാൻ സൃഷ്ടിച്ച മനുഷ്യർ ഇങ്ങനെയൊക്കെ ആയി പോകുന്നല്ലോ എന്ന് ഒരു പിതാവിന്റെ കരച്ചിലാണ് വാസ്തവത്തിൽ. ഒരു പിതാവിന്റെ ആവലാതികളാണ്. ആരോട്? ഭഗവാനോട്. ഞാൻ സൃഷ്ടിക്കുന്ന ജീവജാലങ്ങളൊക്കെ എങ്ങനെയാണ് ആവശ്യമില്ലാതെ കോപിക്കും, സ്വന്തം കുറ്റങ്ങളൊക്കെ മറച്ചു വെക്കുന്നവരാണ്. ഇതൊക്കെ ആർക്കറിയാം? ബ്രഹ്മാവിനറിയാം. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്ന ജീവജാലങ്ങളൊക്കെ ഇങ്ങനെയായി തീരുകയാണ്. പക്ഷേ ഇവരൊക്കെ ഭഗവത്പാദങ്ങൾ മനസ്സുറപ്പിച്ചു പോയാൽ ഈ വക പ്രശ്നങ്ങൾ അവരെ തീണ്ടുക പോലുമില്ല. ഇതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ അവർക്ക് കുറേശ്ശെ ഭക്തിയും കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഞാൻ സൃഷ്ടിച്ചവർക്കൊക്കെ. പക്ഷെ എന്ത് ചെയ്യത്തില്ല? കുറേശ്ശെ അത് ഉപയോഗിക്കത്തില്ല, അത് കളയും, മാറ്റി. ഏറെ കിട്ടുന്നത് വാങ്ങും, കുറച്ച് കിട്ടുന്നത് വേണ്ടെന്ന്. അങ്ങനെ കുറേശ്ശെ ഭക്തി കൊടുത്തിട്ടുണ്ട്, കുറേശ്ശെ ആഗ്രഹം കൊടുത്തിട്ടുണ്ട്, കുറേശ്ശെ കോപം കൊടുത്തിട്ടുണ്ട്, കുറേശ്ശെ മോഹം കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം എന്ത് ചെയ്യാം? അതിൻ്റെ പുറകെ ഓടി നടക്കണം. ഇതെല്ലാം കൊടുത്തുകൊണ്ടാണ് ഞാൻ മനുഷ്യരെ സൃഷ്ടിച്ചത്. എൻ്റെ മനുഷ്യർ ഇങ്ങനെ ആയിത്തീരുന്നല്ലോ. കാരണം തൻ്റെ ആ സൃഷ്ടിഭേദങ്ങളെ വിഷമം കാണുമ്പോൾ ബ്രഹ്മാവ് സന്തപിക്കുന്നു എന്ന് ഊഹിച്ചു പറയുക. ഇപ്പൊ സൃഷ്ടിച്ചിട്ടില്ല, ഇനിയും അതിന് പുറപ്പെടുകയാണ്. എനിക്ക് സൃഷ്ടിക്കാനുള്ള വൈഭവം തരണേന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത്, മനുഷ്യരൊക്കെ ദാഹം, വിശപ്പ്, ശോകം, മോഹങ്ങള്, ജരാമൃത്യു ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ്. അതേപോലെ വാദം, പിത്തം, കഫം എന്നുള്ള 3 തരത്തിലുള്ള രോഗകാരണങ്ങള്, ചൂട്, തണുപ്പ്, കാറ്റ്, മഴ, അതുപോലെ തന്നെ പരസ്പരം ബന്ധപ്പെടുന്ന വീട്ടുകാരെ, സുഹൃത്തുക്കള്, ഇവരൊക്കെ നിരന്തരം ക്ലേശിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ സന്താനങ്ങളെ കാണുമ്പോൾ, ഈ ഉരുക്രമനായ ഭഗവൻ എൻ്റെ മനസ്സ് അങ്ങയെ ഭജിച്ച് സന്താപ സമുദ്രത്തിൽ നിന്നും അക്കരെ കടക്കാൻ ഈ പ്രാരബ്ധം ഇവരെ അനുവദിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ വ്യസനിക്കുകയാണ്. ഇവരെ അപ്പുറത്ത് കിടക്കാൻ സമ്മതിക്കാത്ത എന്താണ്? ഈ പ്രാരബ്ധമെന്ന ഈ പുഴയാണ്. ഈ പുഴ അക്കരെ കിടക്കാൻ ഇവർക്ക് പറ്റില്ലല്ലോ. വള്ളം വേണം. ഇല്ല. എന്താണ് വള്ളം? ഭഗവാനുള്ള ഭക്തിയുടെ വള്ളം ഉണ്ടെങ്കിൽ ഈ പ്രാരബ്ധമെന്ന ഈ ഒരു പുഴ അപ്പുറത്ത് കിടക്കാൻ പറ്റും. ഇത് അവരുടെ മുമ്പിൽ ഇപ്പുണ്ട്. എന്താ ചെയ്യുക? ക്ഷുത്രഭിമാഃ മുഹുരദ്യമാനാഃ ശീതോഷ്ണവാതവർഷൈ ഇതരേതരാച്ച കാമാഗ്നിനച്യുതരുഷാ ച സുദുർധരേണ പശ്യതോ മന ഉരുക്രമഫീതതേ മേ. ക്ഷുത്രിടതൃധാതുഭിഃ അർദ്യമാനാഃ ഇമാഃ ശീത ഉഷ്ണ വാത വർഷ ഇതരേതരാത് ച കാമാഗ്നിന അച്യുതരുഷാ സുദുർധരേണ ച സംപശ്യതഃ മേ മനഃ ഹേ ഉരുക്രമ ഫീതതേ. ക്ഷുത്രധാതുഭിരിമാ മുഹുരദ്യമാനാ ശീതോഷ്ണവാതവർഷൈരിതരേതരാച്ഛം കാമാഗ്നിനാച്യുതരുഷാ ച സുദുർധരേണ സംപശ്യതോ മന ഉരുക്രമഫീതതേ മേ. ക്ഷുത്രധാതുഭിരിമാ മുഹുരദ്യമാനാ ശീതോഷ്ണവാതവർഷൈരിതരേതരാച്ഛം കാമാഗ്നിനാച്യുതരുഷാ ച സുദുർധരേണ സംപശ്യതോ മന ഉരുക്രമഫീതതേ മേ. യാവത് പൃഥക്ത്വമിദമാത്മന ഇന്ദ്രിയാർത്ഥമായാവരം ഭഗവതോ ജനൈഃ പശ്യേത് താവന്ന സംസ്കൃതിരസോ പ്രതിസംക്രമേതാം യഥാപി ദുഃഖനിവഹം വഹതി ക്രിയാർത്ഥാഃ. യാതൊരു കാലം വരെയാണോ പൃഥക്ത്വം ഇദം ആത്മനഃ
ഇന്ദ്രിയാർത്ഥമായ ബലം ഭഗവതോ ജന ഈശ പശ്യ. ഹേ ഈശ, സംബോധനയാണ്. ഇന്ദ്രിയാർത്ഥമായ ബലം, ഇന്ദ്രിയങ്ങൾ, അർത്ഥങ്ങൾ, പദാർത്ഥങ്ങൾ, പഞ്ചഭൂതങ്ങളാകുന്ന പദാർത്ഥങ്ങൾ, മായാബലം, ഇന്ദ്രിയാർത്ഥ മായാബലം, ഇന്ദ്രിയങ്ങൾ കൊണ്ട് പദാർത്ഥങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള മായാബലത്തെ, പൃഥക്ത്വം, അതിൻ്റെ ഭേദഭാവത്തെ, ഇതം ആത്മനഃ, ഇത് ആത്മനഃ തൻ്റെ തന്നെയാണ് എന്ന് യാതൊരു കാലം വരെയാണോ കരുതുന്നത്, താവത് ന സംസൃതി, അതുവരെ സംസാരം ഉണ്ടാവില്ല. താവത് ന സംസൃതി, താവന്ന സംസൃതി. അസൗ പ്രതിസംക്രമേത, അസൗ ഇവൻ, പ്രതിസംക്രമേത, ഇവൻ പ്രതിസംക്രമണം ചെയ്യുന്നു, മാറ്റപ്പെടുന്നു. മാറുക എന്ന് വെച്ചാൽ ദിക്കിൽ നിന്ന് മറ്റു ദിക്കിലേക്ക് പോകാൻ നാശം ഉണ്ടാകുക എന്നർത്ഥം. ന പ്രതിസംക്രമേത, നശിക്കുകയില്ല. അസൗ സംസൃതി ന പ്രതിസംക്രമേത, ഈ സംസാരം നശിക്കില്ല അതുവരെ. എന്താണ്? ഇന്ദ്രിയാർത്ഥം പൃഥക്ത്വമിതം ആത്മനഃ മായാബലം ഭഗവതഃ യാവത് ന പശ്യേത് താവത് അസൗ സംസ്കൃതി പ്രതിസംക്രമേത. വ്യർത്ഥാപി ദുഃഖനിവഹം വഹതി ക്രിയാർത്ഥ. വ്യർത്ഥ അപി, വ്യർത്ഥമാണെങ്കിലും, ദുഃഖനിവഹം, ദുഃഖസമൂഹത്തെ, വഹതീഹി വഹിച്ചിരിക്കുന്ന, ക്രിയാർത്ഥത്തോടു കൂടിയ ഈ സംസാരം. വ്യർത്ഥാപി ദുഃഖനിവഹം വഹതി ക്രിയാർത്ഥാഹ. വ്യർത്ഥമാണെങ്കിലും ദുഃഖക്കൂട്ടത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രിയാർത്ഥങ്ങൾ, ഇന്ദ്രിയാർത്ഥങ്ങൾ, ഈ പദാർത്ഥങ്ങൾ, ഈ വസ്തുക്കൾ. അതായത് ദാഹവും വിശപ്പും ഒക്കെ കൊണ്ട് അതൊക്കെ ആത്മാവിനെയാണ് ബാധിക്കുന്നത്. ഞാനെന്ന ജീവാത്മാവിനാണ് ദാഹവും വിശപ്പും മുമ്പ് പറഞ്ഞ ദോഷങ്ങളൊക്കെ ഉള്ളത്. അത് പ്രാണനിൽ വരില്ലല്ലോ. പ്രാണന് ദാഹവുമില്ല, വിശപ്പുമില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ദുഃഖിക്കാൻ കാരണമില്ലല്ലോ ഒരു മനുഷ്യൻ. കാരണം പ്രാണൻ അവൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇന്ദ്രിയങ്ങളും അർത്ഥങ്ങളും അല്ലേ ദുഃഖിപ്പിക്കുന്നത്, പ്രാണൻ ദുഃഖത്തിന് കാരണമല്ലല്ലോ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അതിന്റെ സമാധാനമാണ് ഈ ശ്ലോകം. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ശ്ലോകത്തിന് ആശയം മനസ്സിലാവൂ. അല്ല ഈ ശ്ലോകം ഇടയ്ക്കാൻ പഠിച്ചു. ഈ ഒരു പൂർവപക്ഷത്തിന്റെ സമാധാനമാണ് ഈ ശ്ലോകം. അല്ലയോ ജഗദീശ്വര, അങ്ങയുടെ ഈ മായാശക്തി ആണ് ആകാശാദികളായ പഞ്ചഭൂതങ്ങളായിട്ട്, കണ്ണ്, മൂക്ക്, നാക്ക് മുതലായ ഇന്ദ്രിയങ്ങളായിട്ട് പരിണമിച്ചു നിൽക്കുന്നത് അങ്ങയുടെ മായാശക്തി കൊണ്ടാണ്. ഈ പഞ്ചഭൂതങ്ങളൊക്കെ ഒരു മായയാണ്, ഇന്ദ്രിയങ്ങളും മായയാണ്. കാരണം ശാശ്വതമല്ല, നിഴലുപോലാണ്. വസ്തു ഉള്ളിടത്തോടെ നിലനിൽപ്പുള്ളൂ, അതില്ലെങ്കിൽ ഇല്ല. ഞാനെന്ന ആത്മസത്ത ഉണ്ടെങ്കിൽ മാത്രമേ ഈ കണ്ണ് നിലനിൽക്കുള്ളൂ. ഞാനില്ലെങ്കിൽ കണ്ണ് നിൽക്കില്ല. ഞാനെന്ന ബിംബത്തിന്റെ ഒരു നിഴലാണ് ഈ കണ്ണ്. ഞാനെന്നൊരു വസ്തു ഇല്ലെങ്കിൽ കണ്ണില്ലല്ലോ. അപ്പൊ വാസ്തവത്തിൽ ഈ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും
മനസ്സും ബുദ്ധിയും ഒക്കെ നിഴല് പോലെ അല്ലേ? വസ്തു ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. വസ്തു ആരാണ്? ഞാനെന്ന വസ്തു ഉണ്ടെങ്കിലേ നിലനിൽക്കൂ, അല്ലെങ്കിൽ നിലനിൽക്കില്ല. നമ്മൾ അറിയുന്നില്ലല്ലോ. അറിയുന്നുണ്ട്, വിചാരിക്കാറില്ല. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഇന്ദ്രിയങ്ങളായും പദാർത്ഥങ്ങളായും ഒക്കെ പരിണമിച്ച ആ മായ, അതിനോടുള്ള സംയോഗം കൊണ്ടാണ് എനിക്ക് ദേഹം ഉണ്ടായത്. ഇതെല്ലാം അങ്ങയിൽ നിന്ന് ഭിന്നമാണ് എന്ന് ഒരു തെറ്റായ വിചാരം എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിനേക്കാൾ വലുത് എൻ്റെ കണ്ണ്, അതിനേക്കാൾ വലുത് എൻ്റെ മൂക്ക്, എൻ്റെ ചെവി, എൻ്റെ നാക്ക്. അതാണ് എനിക്ക് വലുത്. എൻ്റെ ശരീരമാണ് എനിക്ക് ഏറ്റവും വലുത്. എൻ്റെ കൈയും കാലും ഒക്കെയാണ് എനിക്ക് ഏറ്റവും വലുത്. എന്ത് ത്യാഗം സഹിച്ചും ഞാൻ ഈ ശരീരം നിലനിർത്തും. ലക്ഷക്കണക്കിന് കാശ് കൊടുത്ത് ഓപ്പറേഷൻ ചെയ്താലും ഈ ശരീരം ഞാൻ എന്ത് ചെയ്യും? നിലനിർത്തും. എത്ര ഭാഗം കയറി മുറിച്ചാലും തുന്നിക്കെട്ടിയാലും ആര് വേണം? ശരീരം നിലനിൽക്കണം. നമുക്ക് ശരീരത്തിനുള്ള അദമ്യമായ ഒരു പ്രതിപത്തി. അപ്പൊ ഞാന് ഇതാണെന്ന് ധരിച്ച് വശാകുന്നത് കൊണ്ടാണ് അതിനുള്ള പ്രതിബദ്ധത കൂടുന്നത്. പക്ഷെ ഈ ശരീരത്തിൻ്റെയും ഞാനെന്ന ഭാവത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ അപ്പുറത്ത് എല്ലാം ഞാനാണെന്ന് ഭാവിക്കുന്ന ഒരു ഈശ്വര ശക്തി എന്ന തത്വം എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. അതാണ് വലുത്. ഈ ശരീരമല്ല, ഞാനുമല്ല. അത് ഞാൻ അറിയുന്നില്ല. അതുകൊണ്ട് ഈ ഭേദഭാവന, ഞാനെന്ന ജീവാത്മാവും ഈശ്വരൻ എന്ന പരമാത്മാവും രണ്ടാണെന്നുള്ള ഭേദഭാവന ഏതൊരു കാലം വരെ നിലനിൽക്കുമോ അതുവരെ ശരീരാഭിമാനം ജനനമരണ രൂപമായ ഈ സംസാരം വിട്ടുപോവില്ല. അതുവരെ ഇത് കൂടെ നിൽക്കുന്നുണ്ടാവും. വ്യർത്ഥാപി ദുഃഖനിവഹം വഹതീ ക്രിയാർത്ഥ താവന്ന സംസ്കൃതിരസൗ പ്രതിസംക്രമേത. അതുവരെ ഈ സംസാരം വിട്ടുപോവില്ല, അത് കൂടെ കാണും. അതുകൊണ്ട് ആത്മാവ് നിത്യാനന്ദ സ്വരൂപനല്ലേ, അതിന് ദുഃഖം ഉണ്ടാകുന്നു എന്തുകൊണ്ട് എന്ന് ഉള്ള വാദം വിഫലമാണ്. ഈ മായ നശിച്ചെങ്കിൽ മാത്രമേ അങ്ങയുടെ തത്വം തിരിച്ചറിയാൻ പറ്റൂ. അതുകൊണ്ട് ഈ മായ നശിപ്പിക്കാനുള്ള ഒന്നാമത്തെ ഉപായം ഭക്തി മാത്രമാണ്. ഭക്തി കൊണ്ട് മായ നശിക്കും. മായാബന്ധം നശിച്ചാൽ ആത്മാവ് നിത്യാനന്ദ സ്വരൂപനായി ഈശ്വരനാണെന്ന് ബോധ്യപ്പെടും. അതുവരെ ക്ലേശിച്ചതൊക്കെ വെറുതെയാണെന്ന് മനസ്സിലാക്കും. ഈശ്വരനിലേക്ക് ചേരാം. ഭക്തി കൊണ്ട് മായാബന്ധത്തെ വേർപെടുത്തി ഞാനും ഈശ്വരനും രണ്ടാണെന്നുള്ള ഭാവത്തെ മാറ്റി ഒന്നാണെന്ന് അദ്വൈതത്തിലേക്ക് എത്താൻ പറ്റും. ഇത് അനായാസമായിട്ട് ഭാഗവതം പഠിക്കുക. ഭാഗവതം പഠിക്കുമ്പോൾ ഇതൊക്കെ അറിയേണ്ടത്. നമുക്ക് സ്ഥിരമായി കേൾക്കുന്ന കുറച്ച് കഥയല്ലാതെ ഭാഗവതം ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഭാഗവതത്തിലോട്ട് ആൾക്കാർ വരാത്തതാ. ഇതൊക്കെ ഇതിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ ധാരാളം ജനങ്ങൾ ഭാഗവതത്തിലേക്ക് ആകർഷമായിട്ട് വരിക തന്നെ. അപ്പൊ ഇതൊക്കെയാണ് ഭാഗവതത്തിന്റെ നോക്കും. ഇവിടെ ബ്രഹ്മാവിന്റെ ഈ സ്തുതിയിലാണ് വ്യക്തമായിട്ട് എടുത്തു പറയുന്നത്. അപ്പം ഈ സംസാരം ഉണ്ടാകാൻ കാരണം ഞാനും ഈശ്വരനും വേറെയാണെന്നുള്ള ദ്വൈതീഭാവം കൊണ്ടാണ്. അത് മാറിയെടുക്കണമെങ്കിൽ ഭക്തി വേണം. അങ്ങനെയുള്ള ഭക്തി കൊണ്ട് ഞാൻ സൃഷ്ടിച്ച മനുഷ്യർക്കൊക്കെ ഞാനും ഈശ്വരനും രണ്ടാണെന്നുള്ള ഭാവം ഉണ്ടാകുന്നത് മായ കൊണ്ടാണെന്ന് ബോധ്യപ്പെട്ട് അതിനെ മാറ്റി അവർക്ക് സംസാര ബന്ധത്തിൽ നിർവൃത്തി ഉണ്ടാകുക തന്നെ ചെയ്യാം. യാവത് പൃഥക്ത്വമിത ആത്മന ഇന്ദ്രിയാർത്ഥമായാബലം ഭഗവതോ ജനൈശ വശ്യത് താവന്ന സംസൃതിരസോ പ്രതിസംക്രമേതാം.
വ്യഥാപി ദുഃഖനിവഹം വഹതി ക്രിയാർത്ഥാഹം. ഹേ ഈശ, ഇന്ദ്രിയാർത്ഥമായ ബലം പൃഥക്ത്വം ഭഗവതഃ യാവത് ജനഃ പശ്യേത് താവത് ദുഃഖനിവഹം വഹതി വ്യർത്ഥാഃ ക്രിയാർത്ഥാഃ അസൗ സംസൃതിഃ ന പ്രതിസംക്രമേത. യാവത് പൃഥക്ത്വമിദമാത്മന ഇന്ദ്രിയാർത്ഥമായാബലം ഭഗവതോ ജനൈഷ പശ്യേത് താവന്ന സംസൃതിരസൗ പ്രതിസംക്രമേത. വ്യർത്ഥാപി ദുഃഖനിവഹം വഹതി ക്രിയാർത്ഥാം. യാവത് പൃഥക്ത്വമിദമാത്മന ഇന്ദ്രിയാർത്ഥമായാബലം ഭഗവതോ ജനൈഷ പശ്യേത് താവന്ന സംസൃതിരസൗ പ്രതിസംക്രമേത. വ്യർത്ഥാപി ദുഃഖനിവഹം വഹതി ക്രിയാർത്ഥാം. ഇവിടെ ബ്രഹ്മാവിന്റെ സ്തുതിയും വിചാരവും തീരുന്നില്ല. കുറെ ശ്ലോകത്തിലുണ്ട്. പക്ഷെ നമ്മുടെ സമയം തീരുന്നു എന്നുള്ളത് സത്യമാണ്. 1 മണിക്കൂറായി. ഇപ്പൊ 11:10 മണി കഴിഞ്ഞു. ഇനി ഞാൻ നീട്ടിക്കൊണ്ടുപോയാൽ നിങ്ങളുടെ ഉറക്കത്തെ ഞാൻ അപഹരിക്കുന്നുവെന്ന് ഒരു പക്ഷെങ്കിൽ കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും. ഇപ്പൊ അറിയില്ലായിരിക്കും. ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്നതിന്റെ സമയം പോലും ചിലപ്പോൾ അറിഞ്ഞു കാണിയില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അയ്യോ മണി 10 ഇത്രയും നേരം സാറ് ഈ ഭാഗവതം പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വിചാരിക്കണ്ട. അപ്പോൾ നമുക്ക് ഈ പാകമായ സമയത്ത് നമുക്കിവിടെ സംസാരിക്കാം. 10ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇങ്ങനെ ചില ഭാഗം വരുമ്പോൾ ഇത്തിരി പതുക്കെ പോകേണ്ടത്. കാരണം നിങ്ങൾക്ക് ഈ ആശയവും വാക്കും പറഞ്ഞ് മനസ്സിലാക്കി ചില ഉദാഹരണങ്ങൾ കുറിപ്പിലേക്ക് പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വിഷയം ഉള്ളിലേക്ക് എത്തുകയുള്ളൂ. അത് എത്തിയില്ലെങ്കിൽ ഭാഗവതം ഞാൻ പഠിപ്പിച്ചിട്ടൊരു ഫലമില്ല. അതുകൊണ്ടാണ് ഈ ഭാഗം ഇത്തിരി പതുക്കെ പോകുന്നത്. പോകുന്നിടത്തോളം പോകട്ടെ. ഇത്ര തീർക്കണം എന്നൊന്നും നമ്മൾ വാശി പിടിക്കണ്ട. തീരട്ടെ. കഥാഭാഗം വരുമ്പോൾ നിങ്ങൾക്കറിയാം വള്ളയെടുപ്പെന്ന കഥ പറഞ്ഞു വിടാനേ ഉള്ളൂ. പക്ഷെ ഈ ഭാഗം നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തിരി പതുക്കെ പോകുന്നത്. സാരമില്ല. 5-6 ശ്ലോകമെങ്കിൽ അത്രയും പഠിച്ചാൽ മതി ഒരു ദിവസം. അത് ഉൾക്കൊണ്ട് തന്നെ പോകാൻ പറ്റണം. അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് ഇന്നിവിടെ ഉപസംഹരിക്കാം. ഉപസംഹാരത്തിന് ശേഷം സംശയമുള്ളവർക്ക് ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.